പെട്രോളിൽ എത്തനോൾ കഴിഞ്ഞാൽ ഇനി ഡീസലിന്റെ ഊഴമാണ് എന്നാണ് കേന്ദ്ര മന്ത്രി നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്കറിയാം, എത്തനോൾ എന്ന് പറയുന്ന മിശ്രിതം പെട്രോളുമായി കലർത്തിയാണ് ഇപ്പോൾ നമ്മൾ പെട്രോൾ വിൽക്കുന്നതും റഷ്യയ്ക്ക് പോലും പെട്രോൾ കൊടുക്കുന്നതും. ഇപ്പോഴിതാ ഡീസലിൽ ഐസോബുട്ടനോൾ മിശ്രിതം ചേർക്കാനുള്ള നീക്കം തുടങ്ങിയെന്നാണ് നിതിൻ ഗഡ്കരി പറയുന്നത്. പെട്രോളിൽ എത്തനോൾ മിശ്രിതം ചേർക്കുന്നത് സംബന്ധിച്ച് രാജ്യത്തുടനീളം വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ സർക്കാർ ഡീസലിൽ മിശ്രിതം ചേർക്കാനും തയ്യാറെടുക്കുകയാണ്. ഇന്ധന ഇറക്കുമതി കുറയ്ക്കാൻ സർക്കാർ ശ്രമിക്കുകയാണെന്ന് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ഇതിന്റെ കീഴിൽ ജൈവ ഇന്ധന പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിനായി തയ്യാറെടുക്കുന്ന തിരക്കിലാണ് ഞങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പരിപാടിയുടെ കീഴിൽ 15% വരെ ഐസോബുട്ടനോൾ ഡീസലിൽ കലർത്താൻ അനുവദിക്കുന്ന ഒരു പദ്ധതിയിൽ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് എന്നാണ് നിതിൻ ഗഡ്കരി നിലവിൽ പറഞ്ഞിരിക്കുന്നത്. എത്തനോൾ ഐസോബുട്ടനോൾ ആക്കി മാറ്റുന്നതിനുള്ള പദ്ധതികളാണ് ഇപ്പോൾ ആവിഷ്കരിക്കുന്നത്. എത്തനോൾ നേരിട്ട് ഡീസലുമായി കലർത്താൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനായി പ്രായോഗികവും കാര്യക്ഷമവുമായ ഒരു ബദലായി എത്തനോൾ ഐസോബുട്ടനോൾ ആക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഡീസലിന് ഒരു മികച്ച ബദലാണ് ഐസോബുട്ടനോൾ എന്നും ശുദ്ധമായ ഇന്ധനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഊർജ്ജ സുരക്ഷ കൈവരിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യം എന്നുമാണ് ഇപ്പോൾ കേന്ദ്ര മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞിരിക്കുന്നത്. ജൈവ ഇന്ധന എഞ്ചിൻ സാങ്കേതിക വിദ്യയുടെ വിജയകരമായിട്ടുള്ള പരീക്ഷണമാണ് ഇത് എന്നാണ് അദ്ദേഹം നിലവിൽ ഇതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. 100% എത്തനോൾ, ഐസോബുട്ടനോൾ എന്നിവ ഉപയോഗിച്ച് 2 ജനറേറ്റർ സെറ്റുകൾ മന്ത്രാലയം വിജയകരമായി പ്രവർത്തിച്ചതായും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.